നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ സ്വിറ്റ്സർലൻഡിന് വിജയം. 1-2 ഗോളുകൾക്ക് കാനഡയെയാണ് സ്വിറ്റ്സർലൻഡ് തോൽപ്പിച്ചത്. കളിയിൽ തീർച്ചയായിട്ടും സ്വിറ്റ്സർലൻഡിന് തന്നെയായിരുന്നു മുൻതൂക്കം. പക്ഷേ കാനഡ മോശമായിട്ടല്ല കളിച്ചത്. കാനഡയും അവർ നന്നായി പ്രസ് ചെയ്ത് കളിച്ചു. പക്ഷേ വിജയം 1 ഗോളിൻ്റെ വ്യത്യാസത്തിൽ തീർച്ചയായിട്ടും സ്വിറ്റ്സർലൻഡിനെ അനുഗ്രഹിച്ചു. കളിയുടെ 46-ാമത്തെ മിനിറ്റിൽ വർഗാസ് ആണ് സ്വിറ്റ്സർലൻഡ് ആദ്യത്തെ ഗോൾ അടിച്ചത്, സ്വിറ്റ്സർലൻഡിനെ മുന്നിലെത്തിച്ചത്. നേരത്തെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഗോളിലേക്ക് രണ്ട് ടീമിനും എത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് രണ്ടാം പകുതി തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ വർഗാസ് ഗോളടിച്ചു. പിന്നീട് 11 മിനിറ്റിന് ശേഷം 57-ാമത്തെ മിനിറ്റിൽ മൻസാംബി സ്വിറ്റ്സർലൻഡിൻ്റെ ലീഡ് 2 ഉയർത്തി. ഇതോടെ കളിയിൽ അവർ വലിയ മുൻതൂക്കം നേടുകയും വിജയത്തിലേക്ക് പോകും എന്ന പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ കാനഡ 1 ഗോൾ തിരിച്ചടിക്കുന്നതിൽ വിജയിച്ചു. 76-ാമത്തെ മിനിറ്റിൽ പ്രോമിസ് ഡേവിഡാണ് അവരുടെ 1 ഗോൾ തിരിച്ചടിച്ചത്. എന്നാൽ ഈ ഗോളിൽ ഒതുങ്ങി. പിന്നീട് കാനഡയ്ക്ക് ഗോളൊന്നും അടിക്കാനായില്ല. 2-1 സ്വിറ്റ്സർലൻഡ് ജയിക്കുകയായിരുന്നു. തോറ്റെങ്കിലും കാനഡയും സ്വിറ്റ്സർലൻഡിനൊപ്പം തന്നെ നോക്കൗട്ടിൽ എത്തിയിട്ടുണ്ട്. അവരുടെ ഗോൾ ശരാശരിയിൽ ബോസ്നിയേക്കാൾ മുൻതൂക്കമുള്ളത് കൊണ്ടാണ് കാനഡ മുന്നിലെത്തിയത്. അങ്ങനെ ജയിച്ച സ്വിറ്റ്സർലൻഡും തോറ്റ കാനഡയും ഒരുപോലെ നോക്കൗട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഗ്രൂപ്പിൽ മികച്ച നിലയിൽ നിൽക്കുന്ന ടീം ബോസ്നിയയാണ്. ബോസ്നിയയെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കൗട്ടിലേക്ക് കടക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ.